എന്നുവെച്ചാൽ അവരുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന രീതി 3 ബെഡ്റൂമാണ് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. വിഷ്ണുവിന് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മാത്രം മതി, വേറെ ഒരു കളറും വേണ്ടെന്നും പറഞ്ഞാണ് വിഷ്ണു നമ്മൾ നേരെ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് കിച്ചണിനകത്ത് 4x2 ബ്ലൂ ആൻഡ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു TV യൂണിറ്റിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു 3 പാലയുടെ ജെല്ല് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. നമ്മുടെ ഈ പുറയിൽ കാണുന്ന വീടിന്റെ പാലുകാച്ച എന്ന് പറയുന്നത് ഓഗസ്റ്റ് 18-ാം തീയതിയാണ്. ഇത് ആദ്യം തന്നെ പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ എല്ലാ വീടിന്റെയും യൂട്ടഫ് ഹോം സൊല്യൂഷൻ പണി പൂർത്തീകരിച്ച് കൊടുക്കുന്ന എല്ലാ വീടിന്റെയും പാലുകാച്ചിന് ഒരാഴ്ച മുമ്പെങ്കിലും നമ്മുടെ വീടിന്റെ പണികൾ പൂർത്തീകരിച്ച് വീടുകാർക്ക് നമ്മുടെ ഫർണിച്ചറും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇന്നലെ യൂട്ടഫ് ഹോം സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 11 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂമോട് നിർമ്മിച്ച അതിമനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ പറഞ്ഞിട്ട് നല്ല പനിയുണ്ട്, സൗണ്ടിനകത്ത് അവ്യക്തതകൾ വന്നു കഴിഞ്ഞാൽ സദയം ക്ഷമിക്കുക. അന്നേരം നേരെ വീടിന്റെ വിശേഷങ്ങളോട്ട് പോകാം. നമ്മുടെ ഈ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വിഷ്ണുവിൻ്റെ സ്വപ്ന ഭവനമാണ് ഈ വീട്. അങ്ങനെ വിഷ്ണുവിന് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മാത്രം മതി, വേറെ ഒരു കളറും വേണ്ടെന്നും പറഞ്ഞാണ് വിഷ്ണു നമ്മളെ കൊണ്ട് ഇതിൻ്റെ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത്. പിന്നെ ഇവിടുത്തെ കട്ടളം ജനലും എല്ലാം സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്, അതും നമ്മൾ വൈറ്റാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പിന്നെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു 3 പാലയുടെ ജെല്ല് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഓവർ ഡിസൈനും കാര്യങ്ങളും ഒന്നും നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഫ്രഞ്ച് പാലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ കട്ടള, പിന്നെ ഒരു പൂവരശിൻ്റെ എന്ന് വെച്ചാൽ ശീലാഞ്ചിയുടെ ഒരു 3/4 അരയുടെ ഒരു ഡോറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്രേ കളർ ടൈലാണ് സിറ്റൗട്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ അകത്തോട്ട് പോകാം. നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു TV യൂണിറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ കിച്ചൺ ഒഴിച്ച് ബാക്കി എല്ലാം ഒരേ ടൈലാണ്. 4x2 ഗ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരേ ടൈൽ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ നമ്മൾ സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചം നേടാൻ ടൈൽ എടുക്കുന്ന കാര്യത്തിൽ നടക്കും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഹാളിലായിട്ടൊരു 3 പാലയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് പാളിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്വിച്ചിൻ്റെ പ്ലേറ്റും കാര്യങ്ങളെല്ലാം ഇടാനുണ്ട്. അന്നേരം ഇത് ഫൈനലായി എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ഇനി ഒരു അപ്പോക്സിയുടെ വർക്ക് കൂടെ ചെയ്യാറുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് എല്ലാം ചെക്ക് ചെയ്ത് ഇട്ടിട്ട് മാറാൻ വേണ്ടിയാണ്. നമുക്ക് നേരെ പോകുന്നത് ഒരു ബെഡ്റൂമിലോട്ടാണ്. നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്കാണ് ബെഡ്റൂമിന്റെ സൈസ് എല്ലാം ചെറുതാണ്. എന്ന് വെച്ചാൽ അവരുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന രീതി 3 ബെഡ്റൂമാണ് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 8x 8.4 സൈസ് വരുന്നത്. ഇതിനകത്ത് 3 പാലയുടെ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോറ് നമ്മൾ മഹാഗണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത് കട്ടള. നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ നമ്മുടെ അതിൻ്റെ പാസേജിലായിട്ട് ചെറിയൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇത് അപ്രസ്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ സ്വിച്ച് ബോർഡ് ഇനിയിപ്പോൾ കമന്റ് ബോക്സിൽ വരും സ്വിച്ച് ബോർഡ് തലതിരിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സ്വിച്ച് ബോർഡ് വെച്ചിരിക്കുന്നത്. നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് വരുമ്പോൾ 3 പാലയുടെ ഒരു വിൻഡോയും 2 പാലയുടെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 10x8 ആണ് വരുന്നത്. ഇതിനകത്ത് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ആൻഡ് ഐവറി ഷെയ്ഡ് പെയിന്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഈ പാസേജിലോട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ബാത്റൂം വരുന്നുണ്ട്, ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിനകത്ത് നമ്മൾ ഗ്രേ ആൻഡ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വാട്ടർ ഹീറ്ററിന്റെ പോയിന്റ്, ഷവർ, പിന്നെ അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ പിന്നീട് വെക്കാനുള്ള പോയിന്റ്, പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് നമ്മുടെ എക്സോസ് ഫാന്റെ പോയിന്റ് വരുന്നത്. പിന്നെ മനോഹരമായിട്ടുള്ളൊരു UPVC ഡോറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10x 10 സൈസാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇതിനകത്ത് 2 പാലയുടെ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടള സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാ ഡോറും അകത്തെ ഡോറെല്ലാം നമ്മൾ മഹാഗണിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഐവറി ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇവിടുത്തെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണിലോട്ട് പോകാം. നമ്മൾ നേരെ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് കിച്ചണിനകത്ത് 4x2 ബ്ലൂ ആൻഡ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചണിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സൈസാണ്. 8x7 സൈസാണ് കിച്ചൺ വരുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഫാബ്രിക്കേഷന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാനൈറ്റ് ഇട്ട് എന്നിട്ട് പിന്നെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ കിച്ചണാണ് നമ്മളിവിടുത്തെ പിന്നെ ബാക്കിയുള്ള കുറച്ച് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിങ്കിന്റെ ടാപ്പ് വെക്കണം. അതുപോലെ തന്നെ ഇതിനകത്തെ സ്വിച്ച് ബോർഡ്, ഞാനിപ്പം
പൊട്ടിച്ചേ ഉള്ളൂ. ഇത് മിനിഞ്ഞാന്നാണ് ടൈലെല്ലാം ഒട്ടിച്ച് പണി തീർന്നത്. നിറയെ സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്യണം. ഇത്രയും പണി നമ്മുടെ കിച്ചണകത്ത് കിടപ്പുണ്ട്. ഇവിടെ 2 പാലയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ കിച്ചണകത്ത് വിശേഷങ്ങൾ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറക്കുന്നത്, ഇവിടെ നമ്മുടെ ആപ്പാർട്ടായിട്ടുള്ള ഡോറാണ് കിച്ചണകത്ത് കൊടുത്തിരിക്കുന്നത്. യൂട്ടക് ഹോം സൊല്യൂഷൻസ് 11 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂമോട് നിർമ്മിച്ച വിഷ്ണുവിന്റെ ഈ സുന്ദര ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്ടക് ഹോം സൊല്യൂഷൻ യൂട്യൂബ് പേജിലുള്ള സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാമൽ ചെയ്തെങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അന്നേരം ഇതിൻ്റെ പാലുകാച്ചിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതിനേക്കാളും ഉപരിയായിട്ട് ഇനിയും പുതുമയാർന്ന വീടിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുൻപിലോട്ട് വീണ്ടും എത്തുന്നിടം വരെ ഓക്കെ ബൈ ഉല്ലാസ് യൂട്ടക്.